തമിഴ്നാട്ടിലെ സേലത്തു നിന്ന് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ക്രൂരകൃത്യത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കമലപുരം സർക്കാർ സ്കൂളിലെ അധ്യാപികയായ ശ്രീവിദ്യയെ ജോലി സ്ഥലത്ത് വെച്ച് ഭർത്താവ് വിജയ് മുരുകൻ വെട്ടിക്കൊലപ്പെടുത്തി. സംശയരോഗത്തെ തുടർന്നുള്ള നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ ഒരു മാസം മുൻപ് പോലീസ് സഹായത്തോടെ മാറി താമസിച്ചിരുന്ന ശ്രീദിവ്യയെ തേടിയെത്തിയാണ് വിജയ് മുരുകൻ ഈ കൊടും ക്രൂരത നടത്തിയത്. എന്നാൽ ഈ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. സ്കൂളിൽ നിന്നും തന്റെ 3 വയസ്സുകാരിയായ മകൾ അശോകയെയും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട അയാൾ പിന്നീട് മകളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറിയ വിജയ് മുരുകൻ കൈവശം കരുതിയിരുന്ന മാരകായുധവുമായി ശ്രീവിദ്യയെ ആക്രമിച്ചു. അറവുശാലയിലെ താൽക്കാലിക ജീവനക്കാരനായ ഇയാൾ താൻ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ശ്രീവിദ്യയുടെ തലയിലും കഴുത്തിലും അതിദാരുണമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണം നടത്തുമ്പോൾ ശ്രീവിദ്യയുടെയും വിജയ് മുരുകന്റെയും 3 വയസ്സുകാരിയായ മകൾ അശോകയും സ്കൂളിലുണ്ടായിരുന്നു. പിതാവ് മാതാവിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ടുനിന്ന ആ കുഞ്ഞിന്റെ ദയനീയ അവസ്ഥ വിവരിക്കാനാവാത്തതാണ്. കൃത്യം നടത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ തിരിക്കും മുമ്പേ മകളെയും എടുത്തുകൊണ്ട് സ്കൂളിന്റെ മതിൽ ചാടിയാണ് വിജയ് മുരുകൻ രക്ഷപ്പെട്ടത്. സഹപ്രവർത്തകർ ഓടിക്കൂടിയെങ്കിലും രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന ശ്രീദിവ്യയെ രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസ് എത്തുന്നതിന് മുമ്പ് അവർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇതൊരു പെട്ടെന്നുള്ള പ്രകോപനമല്ലെന്നും മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയതാണെന്നും പോലീസ് സംശയിക്കുന്നു. ഒരു മാസം മുൻപ് ഇയാൾക്കെതിരെ പരാതി നൽകി മാറി താമസിച്ചിരുന്ന ശ്രീവിദ്യ എപ്പോഴാണ് സ്കൂളിൽ എത്തുന്നതെന്ന് നിരീക്ഷിച്ചാണ് വിജയ് മുരുകൻ ആയുധങ്ങളുമായി എത്തിയത്. പഠനവും കളിച്ചിരികളും നടക്കേണ്ട ഒരു വിദ്യാലയ മുറ്റത്ത് ചോര ചിന്തിയ ഈ സംഭവം തമിഴ്നാടിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. സ്കൂൾ മുറ്റത്ത് ചോര ചിന്തിയ ക്രൂരകൃത്യത്തിന് ശേഷം മകളുമായി കടന്നുകളഞ്ഞ വിജയ് മുരുകന്റെ നീക്കങ്ങൾ പരിഭ്രാന്തിയോടെയാണ് നാട് നോക്കിക്കണ്ടത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്നത് ഒരു കുടുംബത്തെയാകെ ഇല്ലാതാക്കിയ ആ ദാരുണമായ അന്ത്യമായിരുന്നു. ശ്രീവിദ്യ കൊല്ലപ്പെട്ട സ്കൂളിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു മരത്തിന് സമീപമാണ് വിജയ് മുരുകനെയും 3 വയസ്സുകാരിയായ മകൾ അശോകയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് പോലീസ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മകൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം വിജയ് മുരുകൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്വന്തം കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാത്ത വിധം വിജയ് മുരുകന്റെ ഉള്ളിലെ പകയും മാനസികാസ്വാസ്ഥ്യവും വളർന്നിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. 10 വർഷം മുൻപായിരുന്നു ശ്രീവിദ്യയും വിജയ് മുരുകന്റെയും വിവാഹം. എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി ശ്രീവിദ്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന വിജയ് മുരുകന്റെ അനാവശ്യ സംശയമാണ് കുടുംബത്തിൽ കലഹങ്ങൾക്ക് കാരണമായത്. വിജയ് മുരുകന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരു മാസം മുൻപ് ശ്രീവിദ്യ പോലീസിൽ പരാതി നൽകുകയും മകളെയും കുട്ടി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയും ചെയ്തിരുന്നു. തന്നെ വിട്ടുപോയതിലുള്ള പകയും സംശയരോഗവുമാണ് 3 ജീവനുകൾ ഒരേ ദിവസം ഇല്ലാതാക്കിയ ഈ മഹാദുരന്തത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ഇരുവരുടെയും ഫോൺ കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. സംശയരോഗം എന്ന വിപത്ത് എങ്ങനെ ഒരു കുടുംബത്തിന്റെ ചിരി മായ്ക്കുന്നു എന്നതിന്റെ ഭീതിതമായ ഉദാഹരണമാണ് സേലത്ത് നമ്മൾ കണ്ടത്. സുരക്ഷിതമെന്ന് കരുതുന്ന വിദ്യാലയ മുറ്റത്ത് വെച്ച് ഒരു അധ്യാപിക കൊല്ലപ്പെടുമ്പോൾ അത് ആ സമൂഹത്തിന് നൽകുന്ന ആഘാതം ചെറുതല്ല. ഒരു മാസം മുൻപ് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടും ശ്രീവിദ്യയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നത് ഗൗരവകരമായ ആലോചനകൾക്ക് വഴിവെക്കേണ്ടതുണ്ട്. സ്വന്തം ചോരയിൽ പിറന്ന 3 വയസ്സുകാരിയെ പോലും കരുണയില്ലാതെ കൊലപ്പെടുത്തിയ വിജയ് മുരുകന്റെ ക്രൂരത, ലഹരിയും മാനസിക വൈകല്യങ്ങളും മനുഷ്യനെ എത്രത്തോളം മൃഗീയമാക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ്. കുടുംബത്തിനകത്തെ അതിക്രമങ്ങളെ വെറും വ്യക്തിപരമായ പ്രശ്നങ്ങളായി കാണാതെ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ അധികൃതർ തയ്യാറാകണം. ഇനിയൊരു ശ്രീവിദ്യയും അശോകയും നമുക്കിടയിൽ ഇല്ലാതാകാതിരിക്കട്ടെ.